മൂന്ന് കാര്യങ്ങളിൽ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലമാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൂന്ന് കാര്യങ്ങളിൽ നോക്കിയിരുന്നാലും പ്രതിഫലവാ, നീ നോക്കിയിരുന്നാലും പ്രതിഫലവാ. അബൂ ഹുറൈറ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഏതാ നബിയേ നോക്കിയിരുന്നാലും പ്രതിഫലം കിട്ടുന്ന മൂന്ന് കാര്യമേതാ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അബൂ ഹുറൈറ, പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഭവനമുണ്ടല്ലോ, ആ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് നോക്കിയിരിക്കുക. ആ കഅബാലയത്തിലേക്ക് നോക്കിയിരിക്കുന്ന സമയമുണ്ടല്ലോ, അത് ഇബാദത്തിന്റെ പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധ കഅബ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലമാ. രണ്ട്, നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പൊന്നുമോനെ, നിന്റെ ഉമ്മയുടെ മുഖത്തൊന്ന് നോക്കാൻ കഴിയുമോ? ഉമ്മാടയും ഉമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന സമയം ഇബാദത്തിന്റെ പ്രതിഫലമാ. പൊന്നുപോലെ നോക്കാൻ കഴിയുമോ? എവിടെയാ സമയം? എവിടെയാ? ഉമ്മച്ചിയുടെ സൗന്ദര്യം മുഴുവനും നഷ്ടപ്പെട്ടു പോയല്ലോ, ഉമ്മയുടെ ശരീരം മുഴുവനും ചുളുങ്ങിയല്ലോ, ഉമ്മാന്റെ ശരീരം മുഴുവനും ചുളുങ്ങിപ്പോയി, മുടിയെല്ലാം നരച്ചുപോയി. വളർന്നു വരുന്ന യുവതലമുറകൾക്ക്, കൂട്ടുകാരോട് ഇതെന്റെ ഉമ്മയാണെന്ന് പറയാൻ തന്നെ മടിയാടല്ലോ. എന്റെ ചെറുപ്പക്കാരാ, നോക്കണമടാ പൊന്നുമോര്, നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മയുടെ നെറ്റിയിലേക്ക്, ഉമ്മയുടെ കണ്ണിന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ ചുംബിക്കണമടാ ചെറുപ്പക്കാരാ. ഉമ്മാനെ മുഖത്തേക്ക് നോക്ക് പൊന്നുമോര്. ഉമ്മയുടെ കാൽച്ചുവട്ടിലല്ലേ സ്വർഗം കിടക്കുന്നത്? നിന്റെ ഉമ്മയുടെ കാലിന്റെ അടിയിലാ സ്വർഗം കിടക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിപ്പുണ്ട് നബിയേ, ഏറ്റവും കൂടുതൽ കടമ ആരോടാ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ ഉമ്മയോടാ. പിന്നെ ആരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. പിന്നെ ആരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. പിന്നെ ആരോടാ നബിയേ? നിന്റെ വാപ്പയോടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ 3 പ്രാവശ്യവും പറഞ്ഞത് ഉമ്മ ഉമ്മ ഉമ്മ. കാരണമെന്തേ? 3 പ്രാവശ്യവും പറഞ്ഞത് ഉമ്മയെന്ന. 4മതാ വാപ്പയെ കുറിച്ച് പറഞ്ഞത് കാരണമെന്തേ? ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. 9.5 മാസക്കാലം നിന്നെ ചുമന്നത് വാപ്പയല്ലടാ, ഉമ്മയാ പൊന്നുപോര്. ഒന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയില്ലല്ലോ, ഒന്ന് മനസമാധാനത്തോടെ കിടക്കാൻ, ഒന്ന് കമിഴ്ന്ന് കിടക്കാൻ, ഒന്ന് ചെരിഞ്ഞ് കിടക്കാൻ നിന്റെ ഉമ്മയ്ക്കൊണ്ട് കഴിയില്ലായിരുന്നല്ലോ. മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ചത് ഉമ്മയാ പൊന്നുപോര്. നിന്റെ ഉമ്മയുടെ ശരീരത്തിൽ ഇന്നും വേദനയാണല്ലോ, നടുവേദനയാണല്ലോ, ഉമ്മ ഇന്നും രോഗിയാണല്ലോ. അതിന്റെ കാരണം നീയാടാ, നിന്നെ പ്രസവിച്ചത് കൊണ്ടാ. നിന്നിട്ട് നിന്നെ പോറ്റി വളർത്തി പാല് തന്ന് വളർത്തിയത് നിന്റെ ഉമ്മയല്ലേ. ഇന്നുമ്മ നിനക്കധിക പറ്റായില്ലേ? ആ പാവത്തിന്റെ മുഖത്തൊന്ന് സ്നേഹത്തോടെ നോക്കാൻ. എടാ കൊതിക്കുന്നടാ ചെറുപ്പക്കാരോ, നിന്നെ ഒരുപാട് ചുംബിച്ച നിന്റെ പെറ്റുമ്മ നിന്റെ ഒരു ഉമ്മ കിട്ടാൻ ആഗ്രഹിക്കുന്നു പൊന്നുപോര്. അതുകൊണ്ട് റസൂലുള്ള പറയുന്നു, സഹാബാ, ഉമ്മാന്റെ മുഖത്ത് നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലമാ. അല്ലാഹുവിന്റെ റസൂല് 3മതായി പറയുന്നു, സഹാബാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, എനിക്കറിയില്ലെന്ന് പറയുന്ന വാപ്പയോട്, എനിക്ക് ഓതാൻ അറിയില്ലെന്ന് പറയുന്ന പെങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ല നിനക്ക് കാണാ കാഴ്ച തന്നല്ലോ, അല്ലാഹു നിനക്ക് കാണാ കാഴ്ച തന്നല്ലോ. പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ച് നോക്ക് പെങ്ങളെ. അല്ലാഹുവിന്റെ
റസൂല് പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുഴുവനും ഇബാദത്ത് ചെയ്ത പ്രതിഫലവാ. കണ്ണിന് കാഴ്ച കുറഞ്ഞു പോകുന്നു എന്ന് പറയുന്ന പെങ്ങളോട് എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് വെച്ച് നോക്കുവാ.